ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്കൊരു തണുത്ത സംഭാരം കുടിച്ചാലോ, അതും കുക്കുംബറൊക്കെ ഇട്ടൊരു സംഭാരം. അപ്പോൾ കുക്കുംബർ ബട്ടർ മിൽക്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ? ഓക്കെ, നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഓക്കെ, കുറച്ച് സാധനങ്ങൾ മതി. സലാഡ് വെള്ളരി ഒത്തിരി മൂത്താണെങ്കിൽ അതിൻ്റെ നടുക്കത്തൊക്കെ ഇതെടുത്ത് നമുക്ക് കളയാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ പുറത്തെ പച്ചത്തൊലിയും കളയണം. പിന്നെ തൈര് ഒരു 4 ടേബിൾ സ്പൂൺ, ഒരു പച്ചമുളകിൻ്റെ പകുതി, നല്ല എരിവുള്ളൊരു പകുതി, പിന്നെ ഒരു 1/2 ഇഞ്ച് ഇഞ്ചി, പിന്നെ കുറച്ച് പുതിനയില, ഒരു 10-25 എണ്ണം. ഈ സലാഡ് വെള്ളരി കുറച്ച് മതി കേട്ടോ, അത് ഒരെണ്ണം. പിന്നെ ഉപ്പ്, ഐസ്, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, ഇത്രയാണ് വേണ്ടത്. ഐസ് ക്യൂബ്സ്, ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട്. ഈ സലാഡ് വെള്ളരിക്ക എടുക്കുമ്പോൾ, അത് കുക്കുംബർ എടുക്കുമ്പോൾ അതിൻ്റെ പുറത്തെ തൊലിയും ഒക്കെ എടുത്ത് കളയാൻ ശ്രദ്ധിക്കുക. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കുക്കുംബറും ഒക്കെ ഇടുകയാണ്. ഒരു വട്ടത്തിലൊരെണ്ണം മുറിച്ച് വെച്ചിരുന്നില്ലേ, അത് അവസാനം ഗാർണിഷ് ചെയ്യാനാണ് കേട്ടോ. പിന്നെ കുറച്ച് പുതിനയില, പിന്നെ തൈര്, ഇത്ര എടുത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക. നന്നായിട്ട് അരയണം. പിന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും ഇത് കുടിച്ചാൽ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നന്നായിട്ട് അരയ്ക്കുക. നന്നായിട്ട് അരച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അടിക്കുക. പിന്നെ ബാക്കി വെള്ളം കൂടെ ചേർക്കുക. അപ്പം ഈ വെള്ളം എടുക്കണമെന്ന് വെച്ചാൽ കുറച്ച് തണുത്ത വെള്ളം വേണം. ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ തണുപ്പിച്ച വെള്ളം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് റിഫ്രഷിങ് ആയിരിക്കും. തണുത്ത വെള്ളമായിരിക്കും കൂടുതലും നല്ലത്. അവസാനം കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇടുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ടേ കുറച്ച് ഒഴിക്കുക. എന്നിട്ട് അവസാനം എല്ലാ വെള്ളം കൂടെ ചേർത്തിട്ട് നടിക്കുക. ഹെൽത്തിയും കൂടിയാണ്, കാരണം കുക്കുംബറും പാട നീക്കിയ പാലിൻ്റെ തൈരാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഹെൽത്തിയാണ്. കണ്ടത് നന്നായിട്ട് അടിക്കുക. നമ്മുടെ സംഭാരം നമ്മൾ സാധാരണ കുടിക്കുന്നത് ഉപ്പും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട്. ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ബാക്കി വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. കണ്ടോ, നല്ല ഗ്രീൻ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ഐസ് ക്യൂബ്സും കൂടി ഇട്ടാൽ നമ്മുടെ കുക്കുംബർ ബട്ടർ മിൽക്ക് റെഡിയാണ്. നല്ല അടിപൊളി സംഭാരമാണ് കേട്ടോ. ആ മിൻറ്റ് ലീവ്സിൻ്റെയും ആ കുക്കുംബറിൻ്റെയും ആ തൈരിൻ്റെയും റിച്ച് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ എരിവൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൈഡിലൊരു കുക്കുംബറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് നമുക്ക് കൊടുക്കാം. കണ്ടോ? അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നാളെ ഉച്ചയ്ക്ക് നമുക്ക് വീണ്ടും കാണാം.